നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ്. ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് നിക്ഷേപകരെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ് എന്നുള്ള ഒരു ടെർമിനോളജി പലർക്കും സംശയങ്ങളുണ്ടാക്കിയ ഒരു ടെർമിനോളജിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മോശമില്ലാത്തൊരു ഡിവിഡൻഡൊക്കെ ആണെങ്കിൽ ചില നിക്ഷേപകർ അത് വാങ്ങും. നമുക്കറിയുന്ന പോലെ തന്നെ വലിയൊരു ഡിവിഡൻഡൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ആനുപാതികമായി പലപ്പോഴും കമ്പനിയുടെ ഓഹരി വില കുറയുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ വേദാന്തയുടെ ഷെയർ 300 രൂപയ്ക്ക് വാങ്ങിച്ചു വന്നിരിക്കട്ടെ. വേദാന്ത 20 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. റെക്കോർഡ് ഡേറ്റിൻ്റെ കുറച്ച് മുമ്പ് നിങ്ങൾ വാങ്ങിച്ചു 300 രൂപ വെച്ച്. നിങ്ങൾക്ക് റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞു, ഈ പറഞ്ഞതുപോലെ 20 രൂപ നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിച്ചു. അത് കഴിഞ്ഞ് വേദാന്തയുടെ വില 300-ൽ നിന്നും 250-ലേക്ക് പോയി എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് 50 രൂപ നഷ്ടം വന്നു, 20 രൂപ നിങ്ങൾക്ക് ഡിവിഡൻഡായി ലഭിച്ചു. അപ്പോൾ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നഷ്ടം വന്നത് 30 രൂപയാണ്. ഡിവിഡൻഡ് സ്ട്രിപ്പിങ്ങിന് ആദ്യകാലങ്ങളുണ്ടായ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ഈ 50 രൂപ നഷ്ടം വന്നത് നിങ്ങളുടെ ഷോർട്ട് ടേം ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ശരിക്കും നിങ്ങൾക്ക് നഷ്ടം വന്നത് എത്രയായിരുന്നു? 50 മൈനസ് 20 30 രൂപ മാത്രമാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ആ ഒരു ഡിവിഡൻഡ് നിങ്ങൾക്ക് ലാഭമായി ഭവിച്ചു. നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോഫിറ്റിൻ്റെ അകത്ത് ഇത് വെട്ടി കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസം, ഈ ഒരു പ്രക്രിയയാണ് സാധാരണ ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഒഴിവാക്കാനായി പുതിയ നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് മാറ്റിയൊരു കാര്യം, റെക്കോർഡ് ഡേറ്റിന് മുമ്പ് ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ് ആരംഭിക്കുന്നതിൻ്റെ ഒരു ക്വാർട്ടർ മുമ്പെങ്കിലും വാങ്ങിക്കുകയും ഒരു ക്വാർട്ടറിന് ശേഷം വിൽക്കുകയും ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ഇത് ക്ലെയിം ചെയ്യാൻ കഴിയൂ. അതായത് നിങ്ങൾ മിനിമം ഒരു എഫക്റ്റീവ്ലി ഒരു 6 മാസമെങ്കിലും കയ്യിലുണ്ടെങ്കിലേ ക്ലെയിം ചെയ്യാൻ കഴിയൂ. അല്ലാതെ നിങ്ങൾ ഡിവിഡൻഡിൻ്റെ തൊട്ട് മുമ്പ് ഡിവിഡൻഡ് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു നഷ്ടം നിങ്ങൾ ലോസ് ബുക്ക് ചെയ്ത് അത് നിങ്ങളുടെ ഇൻകമിൻ്റെ അകത്ത് ഒരു ഡിഡക്ഷനായിട്ട് കാണിച്ച് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ രീതിയിൽ ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത് കാര്യമായി ലാഭം തരാത്ത ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കാര്യമായി നടക്കാത്തത്. അപ്പോൾ ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പദം എല്ലാവർക്കും ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.